എൻ്റെ പിള്ളേർക്ക് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്ന സംഭവമാണ് സ്പിനാച്ച്, പാലക് എന്ന് പറയും. ഇത് സാധാരണ ഞാനിവിടെ കിളിപ്പിച്ചാണ് കൊടുക്കാറുള്ളത്. ഇപ്പം എൻ്റെ കയ്യിലില്ല, എല്ലാം തീർന്നു പോയി. ഇനി അതൊക്കെ കിളുത്ത് വരണം. അപ്പോൾ ഞാൻ നമ്മളുടെ വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആയതുകൊണ്ട് ഫുള്ള് മണ്ണും പൊടിയൊക്കെ കാണും. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. ഇതൊരു 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് ഇങ്ങനെ വാഷ് ചെയ്യണം. അവർക്ക് ആ ഫ്രഷ് ക്രഞ്ചി ആയിട്ട് കഴിക്കാനാണ് നമ്മളുടെ പിള്ളേർക്ക് ഇഷ്ടം. വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതൊക്കെ ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് ചോറുണ്ട്. അപ്പം അതിനകത്തോട്ട് ഞാൻ ഇതും കൂടെ മിക്സ് ചെയ്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ആപ്പിൾ സൈഡർ വിനിഗറും കൂടെ ആഡ് ചെയ്യാറുണ്ട്. എല്ലാ സോഫ്റ്റ് ഫുഡിൻ്റെ കൊടുക്കുന്ന ദിവസം വീക്ക്ലി വൺസ് ഞാൻ ആപ്പിൾ സൈഡർ വിനിഗറും മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആപ്പിൾ സൈഡർ വിനിഗർ ബേർഡ്സിൻ്റെ ഫെതേഴ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ മിക്കവാറും അത് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാറുമുണ്ട്. ഫിഞ്ചസിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് കൂടിനകത്ത് വെക്കും. പിന്നെ കൂട് മൊത്തം നനഞ്ഞിരിക്കും. എല്ലാ ബേർഡ്സും നല്ല എൻജോയ് ചെയ്താണ് ഈ പാലക്ക് കൊടുക്കുന്ന ദിവസങ്ങൾ കഴിക്കുന്നത്. അതിനാണ് നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് അവർ ഫുഡ് കഴിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ബേർഡ്സിനും കൂടെ കൊടുക്കാം. എല്ലാ ബേർഡ്സിനും ഇഷ്ടമാണ്. അവർക്കും ഒരു രസമല്ലേ ഡെയിലി ഡിഫറെൻറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കുമ്പം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.